വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇൻഡോറിലെ മലിനജല ദുരന്തം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച് മധ്യപ്രദേശ് സർക്കാർ. മലിനീകരണം ഉണ്ടായത് ഒരു ഉറവിടത്തിൽ നിന്നാണോ അതോ ഒന്നിലധികം പോയിന്റുകളിൽ നിന്നാണോ ഉണ്ടായതെന്ന് നിർണ്ണയിക്കാൻ കേന്ദ്ര സംഘം പരിശോധന തുടങ്ങി. പരിശോധനയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്ന് ജല സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. പ്രദേശത്ത് മലിനീകരണത്തിന്റെ വ്യാപനം തടയാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കണമെന്നും ആരോഗ്യ വകുപ്പ് ആവശ്യപ്പെട്ടു. स्थिति बता दो। 50,000 रुपए जमा करवा के छुट्टी दी। आपके भी भरते था कोई? अच्छा, साथ में ही थे। हमारी भाभी थे। छुट्टी करा के प्रशासन ने नहीं दी। कह रहे थे कि इलाज चलेगा, अभी आपका लंबा हो जब सरकार में फ्री इलाज होगा तो उन्होंने छुट्टी भी कर दी, हॉस्पिटल वालों ने छुट्टी कर दी। जांच वाच कुछ भी नहीं करी। बोला था कि एक खून की बाटल और चढ़ेगी, जांच होएगा, जांच होगी। तो अभी ठीक है? तबियत कैसी? अभी तो छुट्टी कर दी, लिया है छुट्टी घर पे छुट्टी कर दी। पूरा पैसे उधार लेके करवाए सर हमने इलाज, पर वो बोले पानी हालत खराब है यहाँ की बहुत ज्यादा। और वहाँ से हमको भगा देते हैं। भैया 1 साल 2 साल पहले से इन्होंने आवेदन देना के ഇൻഡോറിലെ മലിനജല ദുരന്തം, കുട്ടികളും നവജാത ശിശുക്കളും ഉൾപ്പെടെ മലിനജലം കുടിച്ച് മരണം സംഭവിച്ച ഈയൊരു ദുരന്തത്തെ ഇപ്പോൾ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ. മലിനീകരണം ഉണ്ടായത് ഒരു ഉറവിടത്തിൽ നിന്നാണോ അതോ ഒന്നിലധികം പോയിന്റുകളിൽ നിന്നാണോ ഉണ്ടായെന്ന് നിർണ്ണയിക്കാനുള്ള കേന്ദ്ര സംഘത്തിന്റെ പരിശോധനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ ഒരു ദുരന്തമായിരുന്നു മധ്യപ്രദേശിലുണ്ടായിരുന്നത്. മലിനജലം കുടിച്ച് കുട്ടികൾ ഉൾപ്പെടെ മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഒന്നിലധികം പോയിന്റുകളിൽ നിന്നാണോ ഈ ഒരു മലിനജലത്തിന്റെ ഉറവിടം എന്ന് നിർണ്ണയിക്കാനുള്ള കേന്ദ്ര സംഘത്തിന്റെ പരിശോധനയ്ക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പരിശോധനയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്നും ജല സാമ്പിളുകളും ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്ത് മലിനീകരണത്തിന്റെ വ്യാപനം തടയാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കണമെന്നൊക്കെ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയാണ് ആളുകൾക്ക് നൽകിയിരിക്കുന്നത്. മലിനജലത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഭരണകൂടം.